ആക്കി അങ്ങനെ ഒരു നല്ല കേരളമായി. മൂന്നാമത്തെ സന്തോഷം സമത്വം, സാഹോദര്യം, എല്ലോളമില്ല പുളിവചനം. മാവേലി വാണിരുന്ന ആ നല്ല കാലം, ആ സമൃദ്ധിയുടെ കാലം, ആ എല്ലാവരും നല്ല ഭക്ഷണം കഴിച്ച് സാഹോദര്യത്തോടെ വാണിയ ആ കാലത്തിന്റെ ഓർമ്മയുടെ ഗുണസനങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. ഇപ്പോൾ നാം ചിന്തിക്കുന്നത് ഈ ആഘോഷങ്ങളെല്ലാം പൊടിപിടിക്കുമ്പോഴും ശരിക്കും നമ്മുടെ നാട് നല്ലൊരു നാടാണോ, ജീവിക്കാൻ കൊള്ളാവുന്നൊരു നാടാണോ എന്നുള്ള വസ്തുതയാണ് ചില പോയിന്റുകളായി നിങ്ങളെ പറഞ്ഞറിയിപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു പുതിയ ഗവൺമെന്റ് വന്നു, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞൊരു സംവിധാനം ആരംഭിച്ചു. 75 കോടിയിലധികം രൂപയുടെ ലഹരി പദാർത്ഥങ്ങൾ, കഞ്ചാവ്, ഹൈഡ്രോയിൽ കഞ്ചാവ്, MDMA മുതലായ മാരകമായ മനുഷ്യ ജീവിതത്തെ നശിപ്പിച്ചു കളയുന്ന ലഹരി പദാർത്ഥങ്ങൾ പിടിച്ച് നശിപ്പിക്കുവാനിടയായി. ഇത് റേഷൻ കടയിലൂടെ നമ്മുടെ നാട്ടിലെ കുടുംബങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി കൊണ്ടുവന്നതല്ല, നമ്മുടെ തലമുറയെ ഇഞ്ചിഞ്ചായി മരണത്തിനേൽപ്പിക്കാൻ വേണ്ടി അയൽ രാജ്യങ്ങളിൽ നിന്നും അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമൊക്കെ വ്യാജമായ മാർഗത്തിലൂടെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നിറക്കുന്ന കോടികളുടെ കഞ്ചാവ് തിന്നുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ, പെൺകുട്ടികൾ ഉൾപ്പെടെ നിത്യമരണത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ആലപ്പുഴയിൽ MDMA മേടിക്കാൻ പണം തികയാതെ വന്ന് സ്വന്തം പിതാവിനോട് പണം ചോദിച്ചിട്ട് കിട്ടാതെ സ്വന്തം പിതാവിനെ അടിച്ചു എന്ന മോന്റെ വാർത്തയാണ് രാവിലെ പ്രഭാത വാർത്തയിൽ തന്നെ കേൾക്കുവാനായിട്ടിടയായത്. സമാനമായ ഒരു സംഭവം ഇന്ന് കോഴിക്കോടും സംഭവിച്ചിട്ടുണ്ട്. കള്ളു കുടിക്കുവാൻ, കഞ്ചാവ് വലിക്കുവാൻ പണം അമ്മയോട് ആവശ്യപ്പെട്ടു. കൂടാതെ അവനൊരു ബൈക്കും കൂടെ വേണം. വയസ്സ് ചെന്ന അമ്മ, ഒരുവിധം കുടുംബം നടത്തിപ്പോകുന്ന അമ്മ, അതെ പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ആ അമ്മയെ മൃഗീയമായി ഉപദ്രവിച്ച് കൊലപ്പെടുത്തി. 10 മാസം അതേ വയറ്റിലും സുദീർഘ വർഷങ്ങൾ കരങ്ങളിലും കൊണ്ടു നടന്ന് ഓമനിച്ച് മോനെ മോനെ എന്ന് പറഞ്ഞ കരം ആ അമ്മയുടെ ആ അപ്പന്റെ അന്ധകരായി തീർന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത നമ്മൾ കേൾക്കുകൊണ്ട കൊണ്ണം ഇടയായി. പ്രിയരെ, കഞ്ചാവ്, ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ അവരുടെ ഓർമ്മശക്തി നഷ്ടപ്പെടുന്നു, ബ്ലഡിന്റെ കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നു, ബുദ്ധി മറയുന്നു, ഞരമ്പുകൾ ലൂസാകുന്നു, പിച്ചുമ്പയും പറയുന്നു, അസഭ്യം പറയുന്നു, അതേ ഗുണ്ടാസംഘങ്ങളിൽ തല്ലും കോലിത്തല്ലിന് പോകുന്നു, മോഷണത്തിന് പോകുന്നു, ദയനീയമായി പിടിക്കപ്പെടുകയും ഒടുവിൽ മൂക്കിലൂടെ വായിലൂടെ ചോര തുപ്പി വളരെ ദയനീയമായി ആ വ്യക്തിത്വം കടന്നു പോവുകയാണ്. MDMA സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾ ഏറിപ്പോയാൽ 15 മാസത്തിലധികം ജീവിക്കയില്ല എന്ന് പഠന റിപ്പോർട്ടുകൾ.